വിശുദ്ധ ശനി, വിജയത്തിന് മുൻപുള്ള നിശബ്ദത, കാത്തിരിക്കാൻ പഠിക്കാം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കാണാതെ നിരാശപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ ദൈവം നിശബ്ദനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വിശുദ്ധ ശനി നിങ്ങൾക്കുള്ളതാണ്. വലിയൊരു വിജയത്തിന് തൊട്ടുമുൻപുള്ള നിശബ്ദയാണിത്. ഈശോ കല്ലറയ്ക്കുള്ളിലായിരുന്ന ആ ശനിയാഴ്ച ലോകം മുഴുവൻ കരുതിയത് എല്ലാം അവസാനിച്ചു എന്നാണ്. എന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയിർപ്പിനായുള്ള തയ്യാറെടുപ്പായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ നിശബ്ദമായ ശനിയാഴ്ചകളെ എങ്ങനെ അതിജീവിക്കാം എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ഇലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായി മാറ്റാനുള്ള ആത്മീയ പാഠങ്ങളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. കല്ലറയിലെ നിശബ്ദത, ഫലം കാണാത്ത കാലഘട്ടം. വിശുദ്ധ ശനി എന്നത് നിശബ്ദതയുടെ ദിനമാണ്. ആഘോഷങ്ങളില്ല, വലിയ ശബ്ദങ്ങളില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം ഘട്ടങ്ങൾ വരാറുണ്ട്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നു, മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും ഒരു പുരോഗതിയും കാണുന്നില്ല. ആ സമയത്ത് എല്ലാം നിർത്തിയാലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓർക്കുക, ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മുളക്കുന്നതിന് മുൻപ് കുറക്കാലം ഇരുട്ടിലിരിക്കണം. പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ മണ്ണിനടിയിൽ ആ വിത്ത് വേരുകൾ പടർത്തുകയും മുളക്കാൻ തയ്യാറെടുക്കുകയുമാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾ ഒരു കല്ലറ പോലെ നിങ്ങളെ മൂടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തകരുകയല്ല, മറിച്ച് തളരാതെ വളരാൻ തയ്യാറെടുക്കുകയാണെന്ന് വിശ്വസിക്കുക. നിരാശയെ പ്രത്യാശയാക്കി മാറ്റാം. ശിഷ്യന്മാർ ആ ശനിയാഴ്ച ഭയത്തിലും നിരാശയിലുമായിരുന്നു. അവരുടെ ഗുരു മരിച്ചു, ഇനി എന്ത് ചെയ്യും എന്നവർക്കറിയില്ലായിരുന്നു. എന്നാൽ ആ നിശബ്ദതയിലും ഒരു വലിയ കാര്യം നടക്കുന്നുണ്ടായിരുന്നു: പ്രതീക്ഷയുടെ ഉദയം. വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ക്ഷമ ആണ്. ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കുക. തോൽവി എന്ന് മറ്റുള്ളവർ വിളിക്കുന്നതിനെ വിജയത്തിലേക്കുള്ള ഇടവേളയായി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ വിശുദ്ധ ശനി നമ്മോട് പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക, പ്രഭാതം ദൂരെയല്ല എന്നാണ്. വിജയത്തിനായുള്ള തയ്യാറെടുപ്പ്. ഈ കാത്തിരിപ്പിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസം മുറുകെ പിടിക്കുക. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുക. ആത്മപരിശോധന നടത്തുക. നിശബ്ദമായ ഈ സമയത്ത് നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കുക. പ്രാർത്ഥനയിൽ തുടരുക. ഈശോ കല്ലറയിലായിരുന്നപ്പോൾ മാതാവ് പ്രാർത്ഥനയോടെ കാത്തിരുന്നതുപോലെ പ്രത്യാശയോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ കല്ലറകൾക്ക് മുൻപിൽ നിന്ന് കരയുന്നത് നിർത്തുക. ആ കല്ല് ഉരുട്ടി മാറ്റപ്പെടാൻ പോകുന്ന നിമിഷത്തിനായി സന്തോഷത്തോടെ കാത്തിരിക്കുക. വിശുദ്ധ ശനി കടന്നുപോയാൽ വരുന്നത് ഉയിർപ്പിന്റെ ഞായറാഴ്ചയാണ്. അതുപോലെ നിങ്ങളുടെ കണ്ണീരിന്റെ കാലം കഴിഞ്ഞാൽ വരുന്നത് വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ പ്രാർത്ഥന ചൊല്ലുക. കർത്താവായ ഈശോയെ, ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ തളർന്നുപോകാതെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അവിടുന്ന് നിശബ്ദനായിരിക്കുമ്പോൾ എനിക്കായി വലിയ വിജയങ്ങൾ ഒരുക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ അവിടുത്തെ മഹത്വത്തിനായി തുറക്കപ്പെടട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവെക്കുക. പ്രത്യാശ കൈവിടാതെ ഇരിക്കുക. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ശനി ആശംസിക്കുന്നു. നാളെ ഉയിർപ്പ് തിരുനാളിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.